അവരുടെ ബാത്റൂം. അപ്പനും അമ്മയും മക്കളും കൂടെ ഇറങ്ങിയതാ. അമ്മയും മോനും വേഗം വീട്ടിലോട്ട് എങ്ങനെയോ ചാടി കയറി. അപ്പൻ പുറവശത്തേക്ക് പോയി. അപ്പന് കയറാൻ പറ്റിയില്ല. ആ പാവം ചെറുപ്പക്കാരൻ അവനെ ചവിട്ടിക്കൊന്നു. ആ വാർത്ത കേട്ടപ്പം രാവിലെ ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് കേട്ട് മടുത്ത്. നമ്മുടെ ആളം ഫാമിൻ്റെ അവിടെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് മനസ്സൊക്കെ മരവിച്ചു. ഇതൊക്കെ എന്ന് അവസാനിക്കുമോ? പാവങ്ങൾ റബ്ബർ വെട്ടാൻ പോകുന്നവർക്ക് പുലി എതിരെങ്കിലും രാവിലെ ഒരു പണിക്ക് പോകാൻ പോലും ആൾക്കാർ പേടിയായിട്ട് ഇപ്പോൾ പ്രദേശത്ത് ടൗണിൽ പോലും ആനയും പുലിയും കടുവായും എല്ലാം ഉണ്ട്. എങ്ങനെ ജീവിക്കും? ആറളം പിന്നെ ഫാമാണ്. അവിടെ ഇപ്പോൾ 1ഉം 2ഉം അല്ല, ഒരുപാട് പേര് കൊന്നു. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമോ? എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് കണ്ട ഈ മലകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അതെ, നമ്മളെവിടെയാണ്? നമ്മൾ രാവിലെ അതെ പുഴയുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇവരെന്നെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊക്കെ റബ്ബർ ബോണ്ട് ഇതാട്ടോ. ഇത് കണ്ട, ഇതൊക്കെ നമ്മുടെ ചെറിയ തൈകളാണ്. ഒരു പ്രാവശ്യം നമ്മളിവിടെ കുളിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലേ കഴിഞ്ഞ? ആ വ്ളോഗും കൂടി നമുക്ക് പിൻ ചെയ്താലോ? അതെ, നമ്മളപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുള്ള ഇതിലേ കൂടി മന്ദം പയ്യെ നടന്ന് ഇറങ്ങുവാണ്. മമ്മീനെ പിടിച്ചോളൂ, വീണാൽ ഒരു വൈറൽ സീനാവുന്നത്. നല്ലൊരു സ്ഥലത്തേക്ക് ആ വഴിയിൽ നിന്ന് ഇങ്ങനെ ഇതിലേ കൂടി പണ്ട് ബസ്സും ജീപ്പൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനും വിശ്വസിച്ചില്ല. പപ്പയുടെയും മമ്മയുടെയും പഴയ കഥകളെല്ലാം കൂട്ടത്തിലുള്ള കഥയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബസ്സും ജീപ്പൊക്കെ ഇതിലേ പോകുമായിരുന്നു. ഇതിലിങ്ങനെ പോകുമായിരുന്നു. എന്തോ മഴവെള്ളം മറ്റേ മുട്ടം മഴയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് അവിടെ നിന്നൊക്കെ ഇടിഞ്ഞ് അങ്ങനെ ഇത് വലിയ കുഴിയായി പോയതാണ്. അങ്ങനെ പുഴയുടെ ഷേപ്പേ മാറിപ്പോയി. പിന്നെ ഇവിടെ വരാനിരുന്നൊരു പാലമാണ്, ഒരു കിലോമീറ്റർ ഉള്ളിൽ അപ്പുറത്ത് തന്നെ നുച്ചിയാടെന്നും പറഞ്ഞൊരു പാലമുണ്ട്. അപ്പം അങ്ങനെ ഒരു പാലം അവിടെ വന്നതുകൊണ്ട് ഇവിടെ പാലം വന്നില്ല. ഇപ്പോൾ ഈ വഴിക്ക് എന്തോ ഒരു പാലം വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാലമൊക്കെ വന്ന് ഇതൊരു അണക്കെട്ടാവും ഇനി. അപ്പോൾ ഇനി നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കേൾക്കില്ല, ഇനിയിപ്പോൾ പിന്നീടൊക്കെ വരുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. സാരി വന്നേക്കണം നോക്കിയേ. നല്ല പനിയായിരുന്നേ. ഇവിടെ കേട്ടോ പപ്പ വർക്ക് ചെയ്യണ സ്ഥലം. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇത് അവാക്കാഡോ. ഈ പേരൊക്കെ ഞങ്ങൾ ഇന്ന് പറിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അമ്പഴങ്ങ. വൈബല്ലേ? മമ്മീസ് ഗാർഡൻ എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കണം. ഉച്ചക്കേ മമ്മി എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ പോയിട്ട് ഇത് പറിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പേരക്ക പറിക്കാൻ പോവാണ്. എവിടെ നമ്മുടെ പേരക്ക? അത് കിടക്കണം മമ്മി. കഴിഞ്ഞ ദിവസം ജോക്കോടൻ ഉണ്ടായിരുന്നപ്പോഴേ ജോക്കോടനുള്ളപ്പോൾ പറിച്ച അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 പറിച്ചു തിന്നു. നമ്മൾ ഒരു 2ാമത്തെ വർഷമായി പേര കഴിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് നമുക്ക് നല്ല രീതി നല്ല വലിയ പേരയ്ക്ക, നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഈ പള്ളിത്തോടുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാ. മുട്ടൻ പേരക്ക നിങ്ങൾക്ക് പോകുന്നുണ്ടോ? പേരയ്ക്ക കഴിക്കുന്ന ഒത്തിരി നല്ലതാ. മുഷറുണ്ട്, മുഷർ താമ്പഴങ്ങ. അയ്യോ ഇത്രയൊക്കെ എന്ത് ഇവിടെ ആന വന്ന ആൾക്കാരെ ചവിട്ടിക്കൊള്ളുന്നു. അപ്പൊ അതേ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നാടാ. ഇന്ന് ഉച്ചപ്പണി എടുത്തു. ബാങ്കിലൊക്കെ പോകണ്ടുണ്ട്. ഈ വെയിലത്ത് നിന്ന് കയറി ചെറിയ പീസ് കട്ടിയത്. അപ്പൊ ഞാൻ ഇവിടുത്തെ പേരൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല. ആ മുമ്പൊന്നും സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കും കൊച്ചിന്. വാവ്, ഇത് പേരയ്ക്ക. വാവ്, അടിപൊളി പേരക്ക കേട്ടോ. പപ്പിന് ഷർട്ട് ഇട്ട് കണ്ടേന് ഏതെങ്കിലും വീഡിയോ പപ്പ ഷർട്ട് ഇട്ടുണ്ടെന്ന് ആൾക്കാർ പറയും. ഇതാരാന്ന് ചോദിക്കും. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നുണ്ടല്ലേ പാവം. ഈ റബ്ബറിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും
ടാറിങ്ങിൻ്റെ ജോലി ചെയ്യുന്നവർക്ക് ഈ വെയിലത്ത് എൻ്റെ പൊന്നെ അവരുടെ അവസ്ഥ. അതുപോലെ കല്ലുപണരും എല്ലായിടത്തും വെയില. ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോണേ. ഞങ്ങൾ ഇനി ഇവിടെ നേരെ വയനാട് പോകാൻ പോവാം. ഞാനും കൊച്ചും കൂടി വയനാട് പോന്നു. വയനാട് നിന്ന് ആര്യനെ കൂട്ടുന്നു. ആര്യ ഞങ്ങളുടെ ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ടാണ്. അവിടെ നിന്ന് കാട്ടിക്കൂടി നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് പോന്നു. കാട്ടിക്കൂടെ ഒന്നും പറയണ്ട. അവിടെ ഈ റോഡിലൊക്കെ അഭിനയിച്ച് കിടക്കും, അപകടമൊക്കെ അഭിനയിച്ച് ഇങ്ങനെ കിടക്കും. ഓടി ചെന്ന് രക്ഷിക്കാൻ ചെല്ലുമ്പോഴത്തേന് ഇപ്പുറത്തുനിന്ന് ഒരു കാര്യം. അതുകൊണ്ട് സൂക്ഷിച്ച് പൊക്കോണം മക്കൾ കേട്ടോ. അതുള്ളതാ. ഞാൻ പണ്ട് ബാംഗ്ലൂര് വീട്ടിൽ പറയാതെ ബൈക്കിന് പോയ ടൈമിൽ വണ്ടി മറിച്ചിട്ടിട്ട് വണ്ടി ഇങ്ങനെ ചരിച്ചിട്ടിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടി ചോദിച്ചു. ഞാൻ നിർത്തിയൊന്നുമില്ല, ഞാൻ പോയി. അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലെ വിശേഷങ്ങൾ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് വയനാടേക്ക് ഉള്ള യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.